അതിൻ്റെ കൂടെ BK സുഹൈൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. സുഹൈൽ, ഈ പറയുന്ന പ്രധാന വ്യോമ താവളങ്ങൾ, അമേരിക്കൻ താല്പര്യ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഗൾഫിൽ ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ എവിടെയൊക്കെയാണുള്ളത്? നിഷാദ്, ഇവിടുത്തെ ഈ ഭൂമിശാസ്ത്രം ഏറ്റവും നിർണായകമാണ്. ഇറാന് ചുറ്റുമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ബേസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാന് നേരെ അറ്റാക്ക് നടത്താൻ അമേരിക്ക ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇറാനിലെ വിവിധ നഗരങ്ങൾ. ഇത് പേർഷ്യൻ ഗൾഫാണ്, അറേബ്യൻ ഗൾഫ് എന്ന് വിളിക്കാം. ഈ ഗൾഫ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് ഈ GCC രാഷ്ട്രങ്ങളെല്ലാം നിലകൊള്ളുന്നത്. ഇപ്പോൾ നടന്ന അറ്റാക്കുകൾ എവിടേക്കാണ് എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അറ്റാക്ക് വന്ന ഒരു വാർത്ത വന്നത് അത് ഖത്തറിലാണ്. ഖത്തറും ഇറാനും തമ്മിൽ വളരെ അടുത്ത് നിലകൊള്ളുന്ന രാജ്യങ്ങളാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഉദൈദ് എയർബേസിലാണ് ആദ്യത്തെ ഒരു അറ്റാക്ക് നടന്നത്. അൽ ഉദൈദിന്റെ പ്രത്യേകത സെൻകോമിന്റെ ആസ്ഥാനമാണ്. ഈ പശ്ചിമേഷ്യയിലാകെ US-ന്റെ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസാണ് അൽ ഉദൈദ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു അറ്റാക്ക് നടന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ അമേരിക്കക്ക് നാവിക താവളവുമുണ്ട്, അതേപോലെ തന്നെ മറ്റനേകം സംയുക്ത താവളങ്ങളുമുണ്ട്. ഇവിടേക്കും അമേരിക്കയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടായി. ബഹ്റൈനിലെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹിസ എന്ന് പറയുന്ന എയർബേസാണ്. ഈ എയർബേസിലേക്കും അതിനു ചുറ്റുമുള്ള നാവിക കേന്ദ്രങ്ങളിലേക്കും അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് എന്ന നിലയിൽ, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന നിലയിൽ ബഹ്റൈനിലേക്കും ആക്രമണം ഉണ്ടായി. ഇനി കുവൈത്ത് നോക്കുക. കുവൈത്തും ഇറാനുമായി ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. കുവൈത്ത് എന്ന് പറയുന്ന കുവൈത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അലി അൽ സലം എയർബേസ്, ഈ എയർബേസിലേക്കും പ്രധാനപ്പെട്ട ഇറാന്റെ ടാർഗറ്റാണ് എന്ന് നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചതാണ്. അവിടേക്കും ആക്രമണം ഉണ്ടായി. ഇനി അതേപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് UAE-യിലെ ദുബായ് ഇവിടെ കാണുന്നു, അബുദാബി ഇവിടെ കാണുന്നു. അവിടെയുള്ള എയർബേസ് അമേരിക്കക്ക് നിർണായകമാണ്. പല അറ്റാക്കുകൾ നടത്താനും ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ അവിടെയുണ്ട്. അൽദഫ്ര എന്ന് പറയുന്ന UAE-യിലെ എയർബേസ്, അതിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ളത് സൗദി അറേബ്യയാണ്. ഈ രാജ്യങ്ങളെല്ലാം വളരെ ഇറാൻ അടുത്താണെങ്കിൽ റിയാദിലേക്കും അതേപോലെ തന്നെ സൗദി അറേബ്യയിലേക്കും എത്താൻ കുറച്ചുകൂടി മുന്നോട്ട് വരണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ പ്രിൻസ് സുൽത്താൻ ഖത്തറിൽ നടന്നിട്ടുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്, അത് കാണാം. ഖത്തറിലെ ഇറാൻ ആക്രമണത്തിന് ശേഷം പുകപടലങ്ങൾ വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ദൂരെ നിന്ന് കാണുന്നത്. ഖത്തറിൽ മാത്രമല്ല അബുദാബിയിലും കുവൈറ്റിലും എല്ലാം സ്ഫോടന ശബ്ദം കേട്ടു. ഏറ്റവും കൂടുതൽ ആക്രമണം ഒരുപക്ഷെ നടന്നത് ബഹ്റൈനിൽ കൂടിയാണെന്ന് തോന്നുന്നു. ബഹ്റൈനിലാണ് നിരന്തരമായി സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നത്. 4 തവണയെങ്കിലും സ്ഫോടനം നടന്നതായാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് ഏജൻസീസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബഹ്റൈൻ ബ്യൂറോയും റിപ്പോർട്ട് ചെയ്യുന്നത് 3 തവണയെങ്കിലും സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഖത്തറിൽ നിന്നുള്ളതാണ്. ചെറിയ സുഹൈൽ തുടരും. ഇപ്പോൾ എവിടേക്കാണെന്നാണ് ഈ മേഖലകൾ? ഇനി പ്രിൻസ് സുൽത്താൻ എയർബേസ്, സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട US-ന്റെ ബേസ് എന്ന് പറയുന്നത് ഈ പ്രിൻസ് സുൽത്താൻ എയർബേസ് ആണ്, റിയാദിലുള്ള. അവിടേക്ക് ഇനി ആക്രമണം ഉണ്ടാകുമോ, അതിന്റെ റിപ്പോർട്ടുകൾ വരുമോ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും ആക്രമണം നടത്തും എന്ന് നേരത്തെ തന്നെ ഇറാൻ അറിയിച്ചതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖത്തറിൽ നടന്നു, ബഹ്റൈനിലുണ്ടായി, കുവൈത്തിലുണ്ടായി, UAE-യിലുണ്ടായി. ഇനി കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ കുറച്ചുകൂടി ദൂരമുള്ളതാണ്, ഇറാനുമായി കുറച്ചുകൂടി അകലമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. നേരത്തെ പോലെ ഒരു കടൽ മാത്രം കടന്നു വന്നാൽ പോലെ മറ്റ് രാജ്യങ്ങൾ കൂടി കടന്നു വരണം. അപ്പോൾ പ്രിൻസ് സുൽത്താൻ എയർബേസ് അടക്കമുള്ള സൗദി അറേബ്യയിലെ സേനാ താവളങ്ങളിലേക്ക്, US താവളങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള വാർത്തകളിൽ വരേണ്ടത്. സ്വാഭാവികമായും ഈ കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കും എന്ന് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ സഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. നോക്കുക, ഇറാനുമായി അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഇറാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന GCC രാഷ്ട്രങ്ങളിലേക്കെല്ലാം തന്നെ തീയിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ മരണ പോരാട്ടമാണിത്. അവിടെ നിന്നുകൊണ്ട് ഒരു ആക്രമണം നടത്തുക, നേരത്തെ തന്നെ പറഞ്ഞത് ഇവിടെയുള്ള ഈ വ്യോമപാത സൗദിയിൽ നിന്നോ അല്ലെങ്കിൽ UAE-യിൽ നിന്നോ അവരുടെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് ഇറാന് നേരെ ഒരു അറ്റാക്ക് നടത്താൻ സമ്മതിക്കില്ല എന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷേ മറ്റു രാജ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ബഹ്റൈനുണ്ട്, ഖത്തറുണ്ട്, അതേപോലെ തന്നെ കുവൈത്തുണ്ട്, അതേപോലെ തന്നെ ജോർദാൻ അടക്കമുള്ള ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ കൂടിയുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഒരുപക്ഷെ വലിയ അറ്റാക്ക് ഇറാന് നേരെ അമേരിക്കക്ക് തൊടുത്തുവിടാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യത്തെ 3 ആഴ്ച ഇപ്പോൾ ഈ മെഡിറ്ററേനിയൻ കടലിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുള്ള അവരുടെ USS ജെറാർഡ് R4, അതേപോലെ തന്നെ USS എബ്രഹാം ലിങ്കൺ പോലെയുള്ള
വലിയ യുദ്ധക്കപ്പലുകളിൽ നിന്ന് തന്നെ നൂറുകണക്കിന് വിമാനങ്ങൾ ഒന്നിച്ചു വേണമെങ്കിൽ ഈ രണ്ട് നാവിക കേന്ദ്രങ്ങളിൽ നിന്ന് ഈ സുഹൈലാണ് വിവരങ്ങൾ നൽകുന്നത്.